എല്ലാ പ്രേക്ഷകർക്കും അതിഥിയിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തയായ ഒരു അതിഥിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ലോകത്തിലെ ആദ്യത്തെ സ്ത്രീകൾ മാത്രം അവതാരകരായ മൊബൈൽ കം ഇന്റർനെറ്റ് റേഡിയോയുടെ ചീഫ് ഓഫ് പ്രോഗ്രാംസായ കവിത രാജഗോപാലാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിത്തിരിക്കുന്നത്. നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളെന്ന്. സ്വാഗതം അതിഥിയിലേക്ക്. ആദ്യം തന്നെ ചോദിക്കട്ടെ, വളരെ വ്യത്യസ്തമായ ഒരു ആശയം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും തോന്നും സ്ത്രീകൾ മാത്രമായ അവതാരകരായ ഒരു റേഡിയോ. എന്താണ്, എങ്ങനെയാണ് ഈ ആശയം ആദ്യം രൂപപ്പെട്ടു വന്നത്? 3 വർഷം മുമ്പ് ഞാനൊരു ചാനലിൽ അവതാരകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത് അദ്ദേഹം ഒരു കമ്പനി നടത്തുന്നുണ്ട്, സ്പേസ് ഫോർ ഹോസ്റ്റ് എന്ന കമ്പനി നടത്തുന്നുണ്ട്. അദ്ദേഹം ഒരു ആശയവുമായി സമീപിച്ചു. പുതിയതായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ഒരു റേഡിയോ ഇല്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു. സ്ത്രീകൾക്ക് വേണ്ടി ഇന്ന് വരെ കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് തന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു റേഡിയോ ഇല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ത്രീകളെ സംഘടിപ്പിച്ച് ഒരുപാട് ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ പലരും മുൻപോട്ട് വരാനായിട്ട് താല്പര്യപ്പെടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം പോയി ഒരു പ്രോഗ്രാം ചെയ്ത് വന്ന് പിന്നെ ജോലി സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ആ ഒരു ജോലിയും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ എങ്കിലും ഇതുപോലെ ധാരാളം സ്ത്രീകളുണ്ട്, അവർക്ക് ഒരുപാട് കഴിവുകൾ കാണും. അതുപോലെ ഈ കഴിവുകൾ മുൻപോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല എന്ന് വരും. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് സ്ത്രീകളെ അടുത്തറിയാം. അവരെ എല്ലാം സംഘടിപ്പിച്ച് ഞാൻ ഇങ്ങനെ ഒരു പുതിയ റേഡിയോ തുടങ്ങി. പിന്നീടാണ് ധാരാളം പേര് ഇങ്ങോട്ട് ആവശ്യമായി വന്നു. പിന്നെ ഞങ്ങളുടെ സ്പേസ് ഫോർ റേഡിയോ ഇപ്പം 3 വർഷമായി തുടങ്ങിയിട്ട് നല്ലൊരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ തുടർന്നു പോകുന്നുണ്ട്. ഏകദേശം 32 RJs ഇപ്പോൾ സ്പേസ് ഫോർ റേഡിയോ ലോകമെമ്പാടും 32 RJs ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളുടെ. അതിന് ചോദിക്കാം, സ്ത്രീകൾ മാത്രം അവതാരകരാകുന്നു എന്ന് പറയുമ്പോൾ അത് ആ വാക്കിൽ ഒരു പ്രത്യേകതയെ കവിഞ്ഞ് എത്തരത്തിലാണ് സ്ത്രീകളുടെ മാത്രം പങ്കാളിത്തം ഉറപ്പുവരുന്നത്? സ്ത്രീകൾ മാത്രം ഇതിന്റെ ഞാൻ ചീഫ് ഓഫ് പ്രോഗ്രാംസ് ആണ്. പിന്നെ 32 RJs ലോകത്ത് ഇപ്പം അമേരിക്കയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, അവിടെ നിന്നൊക്കെ പ്രോഗ്രാംസ് ചെയ്തു വരുന്നുണ്ട്. സ്ത്രീകളാണ് എല്ലാവരും. പിന്നെ മാർക്കറ്റിംഗിലും സ്ത്രീകളാണ് കൂടുതലും നമുക്കുള്ളത്. പിന്നെ അങ്ങനെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. മിക്കവാറും RJs തന്നെ പ്രോഗ്രാംസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പ്രോഗ്രാംസ് വിടുന്നുണ്ട്. അതിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഈ ഒരു വ്യത്യസ്തത മാത്രമാണോ സ്ത്രീകൾ മാത്രം അവരെ മാത്രം പങ്കെടുപ്പിക്കുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. കാര്യം പുരുഷന്മാർക്ക് എവിടെയും ഉണ്ടല്ലോ. ഇപ്പം ചാനലുകളിലാണെ തന്നെയും ധാരാളം പുരുഷന്മാരുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് മാത്രമായി ഇന്നൊന്നും ഇല്ല. അപ്പോൾ അത് തന്നെയല്ല, ഞങ്ങൾ ചെറിയ രീതിയിലൊരു ആതുര സേവനം അങ്ങനെയുള്ളതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ അവരെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പല പ്രോഗ്രാംസിലൂടെയും. ഈ സ്പേസ് ഫോർ റേഡിയോയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ പൊതുവിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു, ഇതെങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുന്നു, എങ്ങനെ അവർക്ക് കാണാൻ കഴിയും, ശ്രോതാക്കൾക്ക് എങ്ങനെ ഇത് ശ്രദ്ധിക്കാൻ? ഇപ്പോൾ ഞങ്ങൾ സ്പേസ് ഫോർ റേഡിയോ 3 വർഷം മുമ്പ് ഇന്റർനെറ്റ് റേഡിയോ ആയിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾ മൊബൈൽ റേഡിയോ ആയിട്ടുണ്ട്. മൊബൈൽ റേഡിയോ 1 വർഷം മുമ്പ് 1 മാസമായതേ ഉള്ളൂ ഞങ്ങൾ മൊബൈൽ റേഡിയോ ലോഞ്ച് ചെയ്തിട്ട്. ഞങ്ങൾ സ്വന്തമായി ചെയ്ത സോഫ്റ്റ്വെയർ വഴി മൊബൈൽ റേഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാണ്. ഇപ്പോൾ 56161 എന്ന നമ്പറിലേക്ക് റേഡിയോ എന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേഡിയോയിൽ ഒരു ലിങ്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ യൂസ് ചെയ്യാം. മൊബൈലിൽ ഞങ്ങളുടെ റേഡിയോ ഫുൾ 24 hours കേൾക്കാനായിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ടും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇതിപ്പോൾ ഇപ്പോൾ GPS മൊബൈൽ ഫോണിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ GPS സിസ്റ്റം ഉള്ള മൊബൈൽ ഫോൺ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. ഞങ്ങളുടെ സർവീസ് ഫ്രീ ആണ് തികച്ചും. അപ്പോൾ 1 മാസത്തിന് ശേഷം ഇപ്പോൾ GPS ഫ്രീ ആയി വരുന്നുണ്ട്. അപ്പോൾ 3G ലോഞ്ച് ചെയ്യാൻ പോവാണല്ലോ. അപ്പം ഫ്രീ ആയി വരുന്നുണ്ട്. അപ്പോഴേക്കും മാക്സിമം ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ധാരാളം പേർ ഇപ്പോൾ 3 ലക്ഷം കേരളത്തിൽ 3 ലക്ഷത്തിൽ പല ആളുകൾ ഇപ്പോൾ GPS സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഫ്രീ ആകുമ്പോൾ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുമല്ലോ. അപ്പം കൂടുതൽ പേരിൽ ഞങ്ങളുടെ റേഡിയോ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും കൂടുതൽ ശ്രോതാക്കളുള്ളത് ഏത് മേഖലകളല്ല, കൂടുതലും ഇന്റർനെറ്റിലൂടെ കേൾക്കുന്നവരായിരുന്നു ഇതുവരെ കൂടുതൽ. ഇപ്പൊ മൊബൈൽ വന്നതിന് ശേഷം കൂടുതൽ പേര് മൊബൈൽ കേൾക്കുന്നുണ്ട്. ഇന്റർനെറ്റിൽ വെളിയിൽ, അതായത് എബ്രോഡിലുള്ള ആളുകളാണ്. അതായത് മലയാളം അവർ നൊസ്റ്റാൾജിക് ഫീലിംഗ്, അതുപോലെ നല്ല പാട്ടുകൾ, നല്ല പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലത്തെ ഇപ്പം ശുദ്ധ മലയാളം മാത്രം ഞങ്ങൾ ഉപയോഗിക്കുന്നു. അതൊക്കെ ഒരു പോസിറ്റീവ് കാര്യങ്ങളാണ്. അത് വെച്ച് ഇവര് ധാരാളം പേര് വെളിയിലുള്ളവർ, എബ്രോഡിലുള്ളവരാണ് ധാരാളം പേര് ഇത് കേൾക്കുന്നത്. RJs ആദ്യകാലങ്ങളിൽ RJs ഞങ്ങൾ ഒരു പബ്ലിസിറ്റി കൊടുത്ത് RJs വരെയായിരുന്നു. പിന്നെ അതിന് ഞങ്ങൾ പ്രത്യേക ഓഡീഷൻ ടെസ്റ്റ് നടത്തി
കുട്ടികളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 5 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള RJs ഞങ്ങളുടെ റേഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരു ഹോബി സർക്യൂട്ട് മാത്രമാണോ അതോ അതിന് മുകളിലേക്ക് ചിന്തിക്കുന്നുണ്ടോ? അത്തരം ഒരു ഇതിലോട്ട് പോകുന്നുണ്ട്? അങ്ങനെ ചോദിച്ചാൽ ഹോബി മാത്രമല്ല. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പല കഴിവുകളുള്ള സ്ത്രീകളുണ്ട്. ആ കഴിവുകളുള്ള സ്ത്രീകളെ ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇതിലൂടെ, റേഡിയോയിലൂടെ. പിന്നെ ജോലിയുള്ള സ്ത്രീകൾ, ജോലി പഠിക്കുന്ന കുട്ടികള്, ജോലിയുള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അവര് പലരും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല എങ്കിലും വന്ന് നല്ല രീതിയിൽ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പ്രോഗ്രാം. ഇത്രമാത്രം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡ് ഇത് തിരഞ്ഞെടുക്കുമ്പോൾ കോട്ടയം പോലെയുള്ള സ്ഥലം, അവിടെ നിന്നുള്ള ഒരു ആരംഭം, അതിന് നേരിട്ട പ്രതിസന്ധികൾ, അതിലെ കോട്ടയത്തെ തിരഞ്ഞെടുത്തത് എന്താണ്, അതിന്റെ സാഹചര്യങ്ങൾ ഒന്ന് പറയും. ഒന്നാമത്തെ കാര്യം, കോട്ടയത്ത് ഒരു FM ചാനലിൽ FM റേഡിയോ ഇല്ല. അപ്പൊ ഞങ്ങളുടെ കോട്ടയത്തുള്ള ആളുകൾക്ക് FM കേൾക്കുന്നത്, FM ചാനൽ കേൾക്കുന്നത് അല്ലെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ഒരു റേഡിയോ തുടങ്ങിയാൽ ഒരുപക്ഷെ കൂടുതൽ പേര് കേൾക്കാൻ തുടങ്ങും. പിന്നെ ഇപ്പം തീർച്ചയായിട്ടും കോട്ടയത്തുള്ള കൂടുതൽ ആളുകൾ ഇന്ന് കേൾക്കുന്നുണ്ട് റേഡിയോ, അതിലൊരു സന്തോഷമുണ്ട്. പിന്നെ കൂടാതെ ഇപ്പം മറ്റേ FM നിന്ന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വേൾഡ് ഫുൾ നമ്മുടെ റേഡിയോ ലഭിക്കുന്നുണ്ട്. FM ഒരു പരിധിക്കുള്ളിൽ നിൽക്കുന്നതല്ലേ, അപ്പം വേൾഡ് ഫുൾ ലഭിക്കുന്നുണ്ട്. എല്ലാവരിൽ നിന്നുള്ള നല്ല സജഷൻസ്, നല്ലതും ചീത്തയുമായ സജഷൻസ് വരുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ഞങ്ങളുടെ നെറ്റിൽ തന്നെ, ഞങ്ങളുടെ സൈറ്റിൽ തന്നെ ഒരു സജഷൻ ബോക്സ് ഉണ്ട്. അവർക്ക് ആർക്ക് കയറിയും ഞങ്ങളുടെ പ്രോഗ്രാംസ് കേട്ട ശേഷം സജഷൻസ് അയക്കാവുന്നതാണ്. ഈ കോട്ടയത്ത് നിന്ന് ആരംഭിച്ച് പിന്നെ ഇപ്പൊ കൊച്ചി സ്റ്റുഡിയോ ആയി. എങ്ങനെയാണ് കൊച്ചിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകും? കൊച്ചിയിൽ ഞങ്ങൾക്ക് പ്രൊഡ്യൂസർ ഉണ്ട്, അവിടെ സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് നിതിനാണ് അവിടെ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അവിടെ വാണിയാണ് നമ്മുടെ പ്രൊഡ്യൂസർ അവിടുത്തെ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പ്രോഗ്രാംസ് അവിടെ നിന്ന് ചെയ്തു വരുന്നുണ്ട്. പ്രോഗ്രാംസിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇപ്പോൾ 6 മണിക്കൂറോ മറ്റോ പ്രോഗ്രാം പ്രോഗ്രാംസ് ഉണ്ട്. ഡെയിലി 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വൈകിട്ട് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോഗ്രാം 24 hours ഇങ്ങനെ പ്രോഗ്രാംസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയാ പ്രോഗ്രാമാണ് ഉൾപ്പെടുത്തുന്നത്, അത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്, അതുപോലെ പ്രോഗ്രാം എങ്ങനെ? അത് പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ദേവസംഗീതം എന്ന് പറഞ്ഞ ഭക്തിഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാമാണ്. അതിനു മുമ്പ് RJ സംസാരിക്കും. RJ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ച്